ശ്വേതജി, നമ്മളുടെ ഈ ഒരു സൂപ്പർ അമ്മയും മകളുടെയും വേദിയിലേക്ക് ഇന്ന് നമുക്ക് എല്ലാവർക്കും നമുക്ക് പരിചയമുള്ള ഇവർക്ക് ചിലപ്പോൾ നേരിട്ട് കണ്ട് പരിചയം ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇന്ന് ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം. അതായത് നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് വിയോഗങ്ങൾ സംഭവിച്ച ഒരു വർഷമാണ് ഈ 2023 പറഞ്ഞ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികൾ വിഷമിച്ചത് ഒരു പ്രിയ കലാകാരിയുടെ വിയോഗം അറിഞ്ഞപ്പോഴാണ്, നമ്മുടെ സുബി ചേച്ചിയുടെ. ഭയങ്കര ഷോക്കിംഗ്. അതെ, ഒരുപാട് വർഷം നമ്മൾ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച ഒരാളാണ്. എനിക്ക് തോന്നുന്നു മിമിക്രി കലാരംഗത്തൊക്കെ ആദ്യത്തെ ഒരു സ്ത്രീ സാന്നിധ്യം നടത്തിയ ഒരാള്. അത് മാത്രല്ല, നമ്മൾ ഈ ഷോനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ അമ്മയും മക്കളും മോളുടെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ മോളെയും ഈ അമ്മേനെയും നമ്മൾ ഉറപ്പായിട്ട് ഈ വേദിയിൽ വിളിക്കും. കാരണം നമ്മളുടെ റെഡ് കാർപ്പറ്റ് വേദിയിൽ സുബി ചേച്ചി വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ അമ്മയാണ് ഏറ്റവും സൂപ്പർ, എന്റെ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല പല സ്കിറ്റുകളിലൂടെയും മിമിക്രിയിലൂടെയും ക്യാരക്ടേഴ്സിലൂടെയും നിങ്ങൾക്ക് കാണിക്കുന്നതെന്നാണ് സുബി ചേച്ചി പറഞ്ഞത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സുബി ചേച്ചി നമ്മുടെ കൂടെ ഇല്ല, പക്ഷേ നമുക്ക് ആ സ്ട്രോങ് ആയിട്ടുള്ള അമ്മ, സൂപ്പർ അമ്മ, നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അംബിക ചേച്ചിക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും സൂപ്പർ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മുഖം അമ്മയുടെയാണ്. സുബി ചേച്ചി ഒരുപാട് എപ്പോഴും കാണുമ്പോഴും അമ്മയെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ അമ്മേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേദിയിൽ, സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയിൽ വരാനായിട്ടുള്ള ഏറ്റവും യോജിച്ച ഒരു അമ്മ അംബിക ചേച്ചി തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടസ്റ്റൻസ്, സൂപ്പർ അമ്മയും മക്കളും. ശ്വേതജി, ഒന്നും പറയാനില്ല, ജസ്റ്റ് കോവിഡ് തുടങ്ങി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റിയാലിറ്റി ഷോ നമ്മൾ കൂടെയാണ് ചെയ്തത് ടെലിവിഷന് വേണ്ടിയിട്ട്. അപ്പോൾ സുബീൻ്റെ റിയൽ ക്യാരക്ടർ സുബി സ്ക്രീനിൽ വരുന്ന ആളല്ല. സുബി ഒരു സീരിയസ് ആയ ഒരു റെസ്പോൺസിബിൾ മോള്, ചേച്ചി, അങ്ങനത്തെ ഒരു കുട്ടിയാണ്. നല്ല റെസ്പോൺസ്. പക്ഷേ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ഒരാളായി മാറണ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റേജിൽ. സോ ലവ് യു ബച്ച. താങ്ക് യു ആൻറ്റി, താങ്ക് യു. നമുക്ക് സുബി ചേച്ചി റെഡ് കാർപ്പറ്റിൽ ഇവിടെ വന്നിരുന്നു. അറിയാലോ, അമ്മയ്ക്ക് എന്തായാലും അറിയായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് അമ്മേനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതൊന്ന് ഒരു വീഡിയോ കണ്ടാലോ? അമ്മ പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അമ്മ കുഴിച്ചാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുഴിച്ചാടും. അതുപോലെ അമ്മ പറഞ്ഞാൽ എല്ലാം കേൾക്കും. അമ്മോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്യത്തുള്ളൂ. എല്ലാം കേൾക്കും, പക്ഷെ കണ്ട പറയില്ല കേട്ടോ. ഏത് രാജ്യത്തിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം ചെന്നിറങ്ങണതിന് മുമ്പ് തന്നെ പറയും, ഞാൻ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അഡ്വാൻസ് തരുന്നതിന് മുമ്പ് എനിക്കൊരു സിം വന്നേക്കണം എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ച് അഭിപ്രായങ്ങള്, ഡ്രസ് പാക്ക് ചെയ്യുന്നത്, ഇന്നടത്ത് പോകുന്നു, എന്ത് ഡ്രസ്സ് ഇടണം എന്ന് ചോദിക്കുന്നത് വരെ അമ്മോടാ. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് നമുക്ക് നല്ലൊരു കൈ. അംബിക അമ്മയ്ക്ക് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ടീമിന്റെ ഒരു കൈ. എനിക്കിത് ഓർമ്മയുണ്ട്. സുബി, ഞാൻ പറഞ്ഞു, സുബി ഇത് എവിടുന്നാണ് ഈ കോസ്റ്റ്യൂം? അമ്മ സെലക്ട് ചെയ്താ? എവിടുന്ന? എനിക്കറിയില്ല. എല്ലാം അമ്മ ഇത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് ലൈക്ക് അത് കറക്റ്റാണ്. അതാണ് സുബി. അവൾക്കൊരു കലാകാരി ആവണമെന്നൊന്നും ഒരു താല്പര്യം ഉണ്ടായില്ല. ഇങ്ങനെ വന്നൊന്നും ഒരു താല്പര്യമില്ല അവൾക്ക്. ഇങ്ങനെ എന്താണ്ട് ഒരു ക്യാപ്ഡ് ജോബ്, അങ്ങനെ എന്തെങ്കിലും ഒരു ആവണമെന്ന്, ആർമി ഓഫീസർ, അങ്ങനെയായിരുന്നു. ആദ്യം ഇങ്ങനെ ടിനി വന്ന് ഇങ്ങനെ ഒരു സിനിമാലയുടെ ഒരു ഇത് ഒന്ന് വിളിച്ചപ്പോൾ അവൾക്ക് പോകാൻ ഇഷ്ടമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് പോയി നോക്കാം പറ്റുക. അപ്പോൾ ഇവളെങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് വർത്താനം പറയുമ്പോഴൊക്കെ ഈ കൈയും കാലും കൊടുത്തൊക്കെ വർത്താനം പറയുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവക്ക് അഭിനയിക്കാനുള്ളൊരു കഴിവുണ്ട്. അങ്ങനെ ഇതിനെല്ലാത്തിനും വിട്ടത് എന്റെ നിർബന്ധത്തിനാണ് അവള് പോയത്. നിങ്ങൾ തമ്മിലുള്ള ഒരു, അതായത് ഇപ്പൊ ടി വിയിൽ പറഞ്ഞല്ലോ, എന്തുണ്ടെങ്കിലും അമ്മ എടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുള്ളൂ. അതിപ്പോ ഏത് രാജ്യക്കാലത്താണെങ്കിലും ഏത് രാജ്യത്തിരുന്നാലും അപ്പ എന്നോട് ഡ്രസ്സിന്റെ ഫോട്ടോസ് ഒക്കെ ഇതിലേതിടണം ഞാൻ എന്ന് ചോദിക്കും.
അങ്ങനെ ചോദിക്കണ ഒരു മകള് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ തീർച്ചയായിട്ടും മകൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ മാറ്റി വെച്ച് എന്നാൽ മകളുടെ കൂടെ തന്നെ ആ ഒരു കരിയറിനെ സപ്പോർട്ട് ചെയ്ത ഒരു അമ്മയാണ് ഇന്ന് നമ്മുടെ ഈ വേദിയിൽ കിട്ടിയിരിക്കണേ. പറയാൻ പാടില്ല, ഒരാൾ പോകുമ്പോൾ ഫുൾ മലയാളികൾ, എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾ അവളെ ഏറ്റവും ജാസ്തി ഒരു നല്ലൊരു എന്താ പറയാ വിടാന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു ഭയങ്കര ആരും വിശ്വസിച്ചില്ല. എന്നോട് ഇവര് ഇതിങ്ങനെ പോയി എന്നൊന്നും പറയുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിലുണ്ട് അന്നേരം ഓൾറെഡി. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എന്നോട് ആരും പറയുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ കുറേ പേരിങ്ങനെ വരുന്നു എന്ന്. ഞാൻ ചോദിച്ചെന്താ അവളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ ഇതേ പള്ളിയിൽ പോയ വഴി വന്നാണ്, അമ്പലത്തിൽ പോയ വഴി വന്നാന്നൊക്കെ ഓരോരുത്തർ ഓരോന്ന് പറയാ. എന്നോട് പറഞ്ഞിട്ടേ ഉണ്ടായില്ല. ഈ ഭക്ഷണം കഴിക്കില്ല കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. ഞാൻ ഒരു കുറച്ച് ദിവസം ഒന്ന് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടും പിന്നെ ജാർഖണ്ഡ് പ്രോഗ്രാം പോയി മോള്. ആ ജാർഖണ്ഡ് പോയില്ലായിരുന്നെങ്കിലും എൻ്റെ മോളിപ്പോൾ ഉണ്ടായേനെന്നാണ് ഞാൻ വിശ്വസിച്ചത്. ജാനുവരി അവസാനം ജാർഖണ്ഡിൽ പ്രോഗ്രാം ഉണ്ടായി. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് ഓൾറെഡി. അപ്പോൾ ഇവിടെ വന്ന് എന്നെ കാണാൻ വന്നപ്പോൾ കണ്ണിത്തിരി മഞ്ഞച്ചിരിക്കണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു, മോളുടെ കണ്ണിന് ഒരു കളർ വ്യത്യാസമുണ്ട്, ഇപ്പം തന്നെ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ, എന്നിട്ട് ആ റിസൾട്ട് എനിക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 4.8 ബിൽറുബിൻ കണ്ടു. അപ്പോൾ 1.2 ഒക്കെ അല്ലേ വരാവൂ. അപ്പോൾ നമുക്കാ ബോധമുണ്ട്, അവൾക്കതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പം തന്നെ പോകണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നു, അവരൊരു ഗ്ലൂക്കോസ് കയറ്റി കുറച്ച് മരുന്നൊക്കെ കൊടുത്തു. ഇഞ്ചക്ഷനൊക്കെ 2-3 ചെയ്തെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള് ഭയങ്കര ഇതായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്കൊരു കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ, ജാർഖണ്ഡ് പോകണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. ജാർഖണ്ഡ് പോകുമ്പോൾ അപ്പം ഞങ്ങൾ ഒരു പയ്യനായിട്ടൊരു കല്യാണമൊക്കെ ഇങ്ങനെ പറഞ്ഞ് വച്ചിട്ടുണ്ടായി. അപ്പോൾ അവൻ ഉണ്ടായിരുന്നു അന്ന് കൂടെ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ ഇവള് ഫ്ലൈറ്റിലൊക്കെ ഉറക്കം തന്നെയാണ്, ഇവൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി, പെട്ടിയൊക്കെ റെഡിയാക്കി, അഡ്മിറ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായില്ല. എല്ലാം റെഡിയാക്കി ഞാൻ വന്നു. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നിട്ട് ഉടനെ തന്നെ പുള്ളിക്കാരത്തി ശ്വാസം മുട്ട് വന്നു. പിന്നെ ICUവിൻ്റെ അകത്ത് കയറ്റിയിട്ട് പിന്നെ 25 ദിവസം ICUവിൻ്റെ അകത്ത്. കുറച്ചധികം പൈസയായി. അപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ചു, അമ്മ എവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കും അമ്മേ? ഞാനും കൂടെ ഇങ്ങനെ കിടന്നു പോയില്ല, അമ്മ എവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കണം? എനിക്ക് പൈസയല്ല, ഒരു വീട് നമുക്കുണ്ട്, അത് വിറ്റിട്ടാണെങ്കിലും നിന്നെ ചികിത്സിക്കും. എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നുമില്ല. നീ ധൈര്യമായിട്ടിരിക്കും, നിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. പക്ഷെ കൊണ്ടുപോകാൻ എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് ശരി. അപ്പോൾ അവസാനമായപ്പോഴത്തേക്ക് ഇത്തിരി ഒരു ബോധക്കുറവ് വന്നു തുടങ്ങി. അപ്പോൾ എന്നോട് പറയും, ഇവിടുത്തെ നേഴ്സുമാരും ശരിയല്ല, ഇവിടെ ഫുഡ് ശരിയല്ല, അമ്മ എന്നെ 2 ദിവസത്തിനകം ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ആ 2-ാം ദിവസം വന്നത് നടന്നല്ല കിടന്നാണ്. അത്രേ ഉള്ളൂ. എന്തായാലും ശ്വേതാജി, നമുക്ക് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും എൻറ്റയർ ടീമിന്റെ ഒരു സ്നേഹാദരവ് നമുക്ക് അമ്മയ്ക്ക് നൽകാം. നമ്മളെല്ലാ അമ്മമാരും സ്റ്റേജിലൊന്ന് വരൂ പ്ലീസ്. എനിക്കൊരു കുഞ്ഞുവാവേണ്ട വീട്ടിൽ, എനിക്ക് ഒരു പുതിയ സുബി, ശരിക്കും സുബിക്ക് പകരം സുബിയെ പോലത്തെ തന്നെ ഒരു കൊച്ച് എനിക്ക് ഓർക്കാൻ അങ്ങനെ ഒരാളെ തന്നിട്ടാണ് അവള് പോയത്. അവൾക്ക് ഭയങ്കര കാര്യവുമായിരുന്നു കൊച്ചിനോട്. അപ്പൊ നമ്മുടെ സൂപ്പർ അമ്മയും മകളും ടീമിന്റെ സ്നേഹാദരവ് നമ്മുടെ അംബിക ചേച്ചിക്ക് നൽകുകയാണ്. നല്ലൊരു കൈയ്യടി. മകൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ നമ്മുടെ ഈ സൂപ്പർ അമ്മയും മകളുടെ ഈ വേദിയിൽ വന്നതിന് നമ്മളെല്ലാവരും, ദ ഹോൾ ടീം, താങ്ക് യു പറയാണ് ആൻറ്റി. എന്നാൽ നമ്മുടെ ലിറ്റിൽ സുബി ഇപ്പോൾ വരികയാണ്. അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, അത് നോക്കൂ. ആരാത്? സുബി എവിടെ പോയെന്ന് ചോദിച്ചാൽ പറയും ഉറങ്ങാണ്, മിണ്ടരുത്, അങ്ങനെ പറയാ.
ഒങ്ങി, എവിടെ? ഒങ്ങി. സുബി എവിടെയാണ്? ഓണത്തിക്കകത്ത് മിണ്ടരുതെന്ന്. സുബി എവിടെ? അതല്ലേ സുബി? ശുഭി കണ്ട അത് സുബീനെ കാണണേ. അപ്പൊ അതിലാണ് നോട്ടം അവിടെ മുഴുവൻ. അവിടെ ശ്രദ്ധ അവിടെ ആയിപ്പോയി. അയ്യോടാ പോവാണ്.